ജമ്മു കാശ്മീരിലെ റിയാസി ഭീകരാക്രമണത്തിൽ അന്വേഷണം NIAക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. ബന്ദിപ്പോരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരവാദിയെ വധിച്ചു. മേഖലയിൽ സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ബന്ദിപ്പോരയിൽ വെടിയൊച്ച കേട്ടതായി നാട്ടുകാർ സൈന്യത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ ഈ മേഖലയിൽ പ്രത്യേക സംഘം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ തെരച്ചിൽ നടത്തുന്ന ജമ്മു കശ്മീർ പോലീസും സൈന്യവും ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിന് നേരെ ഒളിച്ചിരുന്ന ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ ഒരു ഭീകരവാദിയെ വധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഈ വധിച്ച ഭീകരവാദികളെ തിരിച്ചറിയാൻ ആയിട്ടില്ല. അതിനായുള്ള ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞയാഴ്ച ജമ്മു കശ്മീരിലെ റിയാസിയിലുണ്ടായ തീർത്ഥാടക ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണ കേസ് NIA അന്വേഷിക്കും. ഇത് NIAക്ക് കൈമാറാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ NIA സംഘം ഔദ്യോഗികമായി ഈ കേസ് ഏറ്റെടുക്കും. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ NIAയുടെ 2 സംഘങ്ങൾ പ്രദേശം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫോറൻസിക് സംഘത്തെ ഉൾപ്പെടെ കൊണ്ടുപോയാണ് പ്രാഥമിക പരിശോധന NIA സംഘം നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ഡ്രൈവറിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഈ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട കൊക്കയിലേക്ക് മറിയുകയുമായിരുന്നു. തുടർന്ന് 10 പേർ മരിച്ചിരുന്നു, 33 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ തന്നെ ഇതിൽ ഭീകരവാദത്തിനുള്ള പങ്ക് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു. തുടർന്ന് ഈ ഭീകരവാദ സംഘടന ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേസ് NIAക്ക് വിടാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തുടർച്ചയായ 2 ദിവസങ്ങളിൽ വീണ്ടും 2 ഭീകരവാദി ആക്രമണങ്ങൾ ജമ്മു കശ്മീരിൽ ഉണ്ടായിരുന്നു. ഇതിനും റിയാസി ആക്രമണത്തിനും തമ്മിൽ പങ്കുണ്ടോ എന്നതടക്കം NIA പരിശോധിക്കും. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.